Identical voice. Malabar Golden Diamonds, celebrate the beauty of life. ഒരു സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? അങ്ങനെ വല്ല എനിക്ക് വായിൽ നാവ് മാത്രമേ ഉള്ളൂ. അടുത്തെത്തി ഒന്നിനും കൊള്ളൂ. എന്നെ കൊണ്ട് ആരെങ്കിലും മുമ്പിലെത്തിയ പിന്നെ ഷൂ ആയി ഒന്നും പറയില്ല. അതിൻ്റെ ഇടയിൽ താടി എനിക്ക് വീട്ടിൽ സമയമില്ലേ. എനിക്ക് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും പ്രണയം തന്നെയാണ്. ചന്ദ്രമതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊരു വിളിയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഫേസിലുള്ള സന്തോഷം കാണണം. ഫ്ലവേഴ്സിൽ അത് ആ ഒരു എക്സൈറ്റ്മെന്റ് കാണുന്നത്. അപ്പോൾ ഓണമാണ്. ഓണം കളറാക്കാൻ സീ മലയാളം ന്യൂസും കുറേയധികം അതിഥികളും വിശേഷങ്ങളുമായി എത്തുകയാണ്. ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ദിവ്യ ചേച്ചിയും കൃഷിയേട്ടനുമാണുള്ളത്. നമസ്കാരം. ആദ്യം തന്നെ ഓണാശംസകൾ. എന്തായാലും ആദ്യത്തെ ഓണം ആഘോഷമാണ് രണ്ടുപേരും ഒരുമിച്ചുള്ള. അപ്പോൾ എന്താ പറയുക, കുറേയധികം സ്വപ്നങ്ങളും കുറേയധികം സന്തോഷങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നിട്ട് അതൊക്കെ താണ്ടി പുതിയൊരു ജീവിതം തുടങ്ങി. അതിൽ ആദ്യത്തെ ഒരു ഓണം അത് ആഘോഷം തന്നെയാക്കാനായിരിക്കുമല്ലേ തീരുമാനം? തീർച്ചയായിട്ടും ആഘോഷം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഓണമാക്കണം എന്നാണ്. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഓക്കെ, ഇപ്പോൾ ലെറ്റ്സ് സേ പല കോമ്പറ്റീഷൻസിലും പായസവും കറിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുന്ന കോമ്പറ്റീഷനായി മാറി ഓണം. ഞങ്ങൾക്ക് വീട്ടിലൊരു നേരം നമ്മൾ ചേർന്ന് അല്ലെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിലും ആ സമയത്തുള്ള ആ സന്തോഷം അത് ഓണത്തിന് അന്ന് കൂടുതൽ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം തന്നെ 2-3 ഓണസദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ ആ കഴിച്ച ഓണസദ്യയുടെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ രുചിയുടെ അത്ര ആയോ എന്നുള്ളൊരു കമ്പാരിസൺ വരാതെ കഴിക്കുന്ന നല്ല സന്തോഷമായിട്ട്. കഴിഞ്ഞ ദിവസം പായസം കഴിക്കുന്ന റീൽസ് ഇങ്ങനെ ആൾക്കാർ പായസം കഴിക്കുമെന്നൊക്കെ ചോദിച്ചാരോ വേണ്ടിയിട്ടുണ്ട്. ഞാൻ തുടച്ചെടുത്ത് ഒരു തുള്ളി പോലും വെറുതെ വിടില്ല. അപ്പൊ ലൈഫ് ഓണം എന്നുള്ള ആ ഒരു സന്തോഷം പോലെ തന്നെ ഓരോ ദിവസവും അങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നതാണ്. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ അംഗസംഖ്യ കൂടുതലാണ്. അപ്പം കുറച്ചും കൂടെ കുട്ടികളുടെ ഒരു ലെവലിലേക്കും കുറച്ചുകൂടെ എത്ര പേരായി ഇപ്പൊ നമ്മളുടെ കൂടെ ഓണം ആഘോഷിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കൂടെ ഓണം. കാരണം ഗുരുവായൂർ പോയിരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കാൻ, അല്ല ഞങ്ങളെ മനസ്സിലായില്ലേ, ഞങ്ങൾ നിങ്ങളെ എല്ലാ ദിവസവും കാണാറുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാൻ? അപ്പം ഞങ്ങൾക്കറിയാം എത്രത്തോളം ആളുകൾക്കിടയിലേക്ക് എത്തി. അതിൽ എടുത്തു പറയേണ്ട 2 ആൾക്കാർ. ഒന്ന് എറണാകുളത്ത് വഴിയിൽ വെച്ച് പരിചയപ്പെട്ട, എല്ലാ ദിവസവും കാണാറുള്ളത് പറഞ്ഞു. അപ്പം അച്ഛനും മോനും 2 പേരും ഒരുമിച്ച് പോയി മദ്യമൊക്കെ കഴിച്ച് അങ്ങനെ ആഘോഷം നടക്കുന്ന ഒരു അച്ഛനും മോനും. നമ്മളെന്നും ആരും ഓർക്കാനില്ല, നിങ്ങളെല്ലാം ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ ഞങ്ങളുടെ പേര് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസം, ആ ട്രസ്റ്റ്. അതേപോലെ ഗുരുവായൂർ വന്നിട്ട് ഒരു ലേഡി വന്നിട്ട് കരഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട്, കാണണം ഞാൻ ഗുരുവായൂരിനോട് ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, ഇതാ ഇന്ന് കാണാൻ പറ്റി, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞ് അത് കരയുന്നു. ആ കരച്ചിലൊരു സത്യസന്ധതയുണ്ട്. ശരിക്കും മാവേലി പറഞ്ഞ എല്ലാവരും ഒന്നുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു മൊമെന്റ്. അപ്പോൾ ഈ ഓണം ശരിക്കും അങ്ങനെ ഞങ്ങൾക്ക് ആ ഗുരുവായൂർ പോയതും കൊടുങ്ങല്ലൂർ പോയതൊക്കെ ഞങ്ങൾക്ക് ഓണം ഗിഫ്റ്റായിട്ട് നേരത്തെ കിട്ടി തുടങ്ങിയ സന്തോഷങ്ങളാണ്. തീർച്ചയായും. എന്താണ് ദിവ്യ ചേച്ചിന്റെ ഒരു ഓണത്തിന്റെ ഒരു പ്ലാൻ? കാരണം കൃഷിയേട്ടന്റെ ഒരു ഐഡിയപരമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ്, അതോ തനതായ ഒരു സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? അങ്ങനെ വല്ല? അല്ലേ, ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു ഏട്ടനോട്, അല്ല ഇങ്ങനെ എത്രയും കുറച്ച് ഗ്യാപ്പ് വന്നല്ലോ ഓണത്തിന്. ഞങ്ങൾ മാത്രമായി, ഞാനും മക്കളും മാത്രമായി. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് ഏട്ടൻ്റെ വീട്ടിൽ വെച്ച് എല്ലാവരും കൂടിയുള്ള ഒരു സദ്യ കഴിക്കണം എന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു. അപ്പം ഞാൻ ഉണ്ടാക്കൂല, ഏട്ടൻ ഉണ്ടാക്കും. ഇല്ല, കാരണം ഒന്ന് ഇപ്പോഴൊക്കെ 2 പേർക്കും ഷൂട്ട് മാറി മാറി മാറി. അപ്പോൾ ടൈം എന്നുള്ള ആ ഒരു ഫാക്ടർ, ഒരു നേരം ഒരു നല്ലൊരു ഓണസദ്യ. ഞാൻ അമ്മയോടും പറഞ്ഞതാണ്, ഒരു ഓണസദ്യ നമുക്ക് ഓണം ഒന്ന് മെമ്മറബിൾ ആക്കണം. പിന്നെ കുറേ കാലമൊക്കെ കുട്ടിക്കാലത്ത് ഓണം വന്നു കഴിഞ്ഞാൽ ഓണക്കോടി വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടിലെങ്ങനെയാന്ന് പറഞ്ഞാൽ ഓണം, ബർത്ത്ഡേ, ക്രിസ്മസ് അങ്ങനെ 3-4 ഒക്കേഷനുള്ളൂ പുതിയ ഡ്രസ്സ് കിട്ടുന്നത്. ഇന്ന് കാലം മാറി. ഇന്ന് ഡിസ്കൗണ്ട് കാണുന്ന സ്ഥലത്തെല്ലാം നമുക്ക് എപ്പോഴും വാങ്ങിക്കാനുള്ള ആ ഓഫറാണ്. പണ്ട് അങ്ങനെയല്ല. ഈ ഓണം, വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനെയൊക്കെ ഒക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓണക്കോടി കൊടുക്കുക, പൂക്കളം ഒരുക്കുക, സദ്യ കഴിക്കുക, അതെല്ലാം കുട്ടിക്കാലത്ത് ഓർമ്മയുള്ളത് ആ കോടി വാങ്ങിച്ചു തന്നത് അച്ഛനമ്മയാണ്. അപ്പോൾ ഇപ്രാവശ്യം അച്ഛനും അമ്മയ്ക്കും ഓണത്തിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് ഇതെൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഇരുന്ന് ഒരു നേരം ആഹാരം കഴിക്കുമ്പോൾ
അവരുടെ മനസ്സിൽ ആ സന്തോഷം അത് വലിയൊരു അനുഗ്രഹം. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ അത് തന്നെയാണ് ആഗ്രഹം. അത് കുഞ്ഞുമോക്കും വലിയ സന്തോഷം. ഞങ്ങളിപ്പോൾ ഫാമിലിയായിട്ടൊരു ഹോസ്പിറ്റലിൻ്റെ ഓണാഘോഷം, വലിയച്ഛൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഓണാഘോഷത്തിന് പോയിരുന്നു. അവിടെ ഞങ്ങൾ ശരിക്കും ഈ കുട്ടിക്കാലത്തെ ഓണം പോലെ ഞങ്ങൾ കളിച്ച് ചിരിച്ച് ബഹളമൊക്കെ വെച്ച് ഫാഷൻ ഷോക്ക് പാട്ടൊക്കെ പാടി. അപ്പോൾ അതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു കുറെ കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഓണത്തിനെക്കാട്ടും കുറച്ചുകൂടി ഇപ്പോഴാണ് നമുക്കൊന്ന് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ആഘോഷിക്കാനുള്ള സ്പേസ് കിട്ടുന്നത് അല്ലേ? കളികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പഴയ ഓണമായിരുന്നു നല്ലത്. ഇഷ്ടം. അതൊന്നും ഒരിക്കലും ഇനി തിരിച്ചു കിട്ടൂല, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് കണ്ണൂര്. അതെ അതെ അതെ. ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് സംഭവങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഈ കണ്ണൂരാണോ ആഘോഷിക്കുന്നത് അതോ? അല്ല, ഇല്ല, കണ്ണൂർ പോകുന്നില്ല. എറണാകുളത്ത് ഉണ്ടാവും മോസ്റ്റ്ലി. അപ്പോൾ ഇതിൽ ഓണാഘോഷം നേരത്തെ ഇപ്പോൾ കുഞ്ഞുമോൾ പറഞ്ഞ പോലെ പണ്ട് ഈ ഫ്രഷ് ആയിട്ടുള്ള നന്ദിയാർവട്ടയും ചെമ്പരത്തിയും കിട്ടുന്ന പൂവുകളൊക്കെ കോളാമ്പി, തുമ്പ, കാശിത്തുമ്പയും അങ്ങനത്തെ കുറേ, അല്ലെങ്കിൽ വാടാമല്ലി, ഈ പിന്നെ ഈ കമ്മൽ പൂ പറഞ്ഞിട്ടൊരു ഉണ്ടല്ലോ, അതൊക്കെ പറിക്കാൻ വേണ്ടി അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് അരളിയും റോസും ഈ പൂക്കടയിൽ പോയി വാങ്ങിച്ച് 2 തൂക്ക് 3 തൂക്ക്, ഈ തൂക്കിന് 65 രൂപ, ഈ തൂക്കിന് 100 രൂപ, സീസൺ ആയി കഴിയുമ്പോൾ അത് 200 രൂപ 300 രൂപ അങ്ങനെ മാറുന്നൊരു പൂ പറിക്കുകയല്ല, പൂ വാങ്ങിക്കുക ചെയ്യുന്നത്. ഈ ഏതോ ഒരു കോമഡിയിൽ പറയണ്ടായിരുന്നു, അരി എവിടെ നിന്നാണ് കിട്ടുന്നത്, അപ്പോൾ കടയിൽ നിന്ന് എന്ന് പറയുന്ന കുട്ടി. നമുക്ക് നെല്ലും പാടമൊക്കെ മറന്നു കഴിഞ്ഞു. അപ്പോൾ ഓണം കാർഷികോത്സവമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൃദ്ധി എന്നൊക്കെ പറയണത് വയലും ചെടിയും അതൊന്നുമില്ല. ഞാനങ്ങനെ വയലും ചെടിയിൽ വളർന്ന ആളെന്നല്ല പറയണേ. പക്ഷെ പണ്ടാവുമ്പോൾ അറ്റ്ലീസ്റ്റ് പൂ പറിക്കാനെങ്കിലും പോവായിരുന്നു. അപ്പോൾ കുഞ്ഞുമോളുടെ ഓർമ്മകളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ പറയുന്ന ഈ ഫ്രണ്ട്സുമായിട്ട് പോയി പൂക്കളുടെ വെറൈറ്റി പറയുന്നത് എന്നെക്കാളും കൂടുതൽ പൂക്കളുടെ വെറൈറ്റി. നമ്മൾ കൂട്ടുകാരിലായിട്ട് പിന്നെ എൻ്റെ ഏട്ടനും ഏച്ചി എല്ലാവരും നമ്മളടുത്തില്ല ആരൊക്കെയുണ്ട്, എല്ലാവരും കൂടി ഈ പാറപ്രദേശം ഉണ്ടല്ലോ അവിടെ പോയി ഇങ്ങനെ ഇല കൂട്ടി വെച്ച് അത് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് തലേന്നെല്ലാം അത് ഉതിർത്തിട്ട് ഓരോരോ സെക്ഷനാക്കി വെച്ച് അതിനൊരു രസം ഉണ്ടായിരുന്നു. ഡിസൈനൊക്കെ ചോക്കൊണ്ട് വരച്ച് വെച്ച് അല്ലെങ്കിൽ കരിയോണ്ട് കത്തിച്ച കരിയോണ്ടൊക്കെ ചാണകമൊക്കെ മെഴുകിയാണ് തറയുണ്ടാക്കി അതിലായിരുന്നു പൂക്കള ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറെയൊക്കെ മാറി ഇന്റർലോക്ക് വന്നു, തറ കാണാനില്ല, ഒരു രീതിയിലേക്ക് മാറി. അല്ല, അതിലും ഞാൻ പറയുന്നു ഈ ചാണകം മെഴുകുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അത് കൗഡാണ്, ഹൗ ബാഡ്, അവർക്ക് അത്രയേ ഉള്ളൂ. അവർക്ക് ഫെവിക്കോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ അല്ല, അതിനും ഒരു നന്മയുണ്ടായിരുന്നു, അതിലൊരു സുഖം ഉണ്ടായിരുന്നു. ഈ ചാണകം ഉരുട്ടി വെച്ചിട്ട് അതിൽ ചെമ്പരത്തി വയ്ക്കുമ്പം ഇതാണ് ഓണത്തപ്പൻ എന്നൊക്കെ നമുക്കൊരു കുട്ടിക്കാലത്തെ വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് 85 ആണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു വീടിൻ്റെ പോർഷനിൽ അപ്സ്റ്റേഴ്സാണ് താമസിച്ചിരുന്നത്. രാവിലെ ചേച്ചിക്ക് എക്സാമൊക്കെ ഉള്ള സമയം എനിക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. പൂക്കളിടാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൂക്കളം ഇട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൂക്കളം ഇട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുമ്പം അമ്മ കുക്കിങ്ങിൽ ബിസി ആയിരിക്കും. ക്യാമറ കയ്യിൽ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവില്ലേ ആഘോഷിക്കാൻ എന്നൊരു ആഗ്രഹവും കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ റേഡിയോ സ്റ്റേഷനിലും ഓരോ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മണിക്കൂറുകളോളം ഇരുന്ന് പൂക്കളം ഇടും, എന്നിട്ട് ബാക്കിയുള്ളവർ വന്നിരുന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മളാണ് പൂക്കളം ഇട്ടെന്ന് പറയാൻ പോലും പറ്റില്ല. കാരണം അവർ ഈ പൂ എടുത്ത് വെക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ അവരുടെ ആയി. അപ്പൊ ഈ കുട്ടികൾക്ക് ജന്മം നൽകുക എന്ന് മാത്രമാണ് അച്ഛനമ്മമാരുടെ ഡ്യൂട്ടി, വളർത്തുന്നത് നാട്ടുകാരാണെന്ന് പറഞ്ഞ പോലെ. ഈ ഒരു ഓണം അതൊക്കെ ഒന്ന് നമ്മളിപ്പോൾ ആഘോഷിച്ച് വരികയാണ്. ഓണം മാത്രമല്ല, മറ്റു കുറേയധികം സന്തോഷ വാർത്തകൾ തന്നെയാണ് ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, പ്രണയം എന്നുള്ളൊരു വാക്കിനെ എങ്ങനെയാണ് രണ്ടുപേരും കാണുന്നത്? ജീവിതം, അതാണ് എനിക്ക് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും പ്രണയം തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ തല്ലുകൂടിയാൽ പോലും ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ആലോചിക്കും, എന്ത് രസമായിരുന്നു ആ തല്ലുകൂടുന്നത്, ഒന്നുകൂടെ തല്ലുകൂടിയാലോ. കാരണം കാരണം എൻ്റേതാണെന്ന് പറയാനുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തല്ലുകൂടാൻ പറ്റുള്ളൂ. നമുക്ക് വഴിയിലുള്ള ഒരാളോട് തല്ലുകൂടി കഴിഞ്ഞാൽ അവർ പറയും ഇയാൾക്ക് ഭ്രാന്താന്ന് പറയും. ഇത് കുഞ്ഞുങ്ങളോട് എനിക്ക് തല്ലുകൂടാം, എന്തും പറയാം എന്നുള്ളൊരു ഫ്രീഡമുള്ള ഒരാൾ. എനിക്ക് വിഷമമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരില്ല എന്ന് പറയില്ല, ചിലപ്പോൾ 2 ചീത്ത കിട്ടും. അപ്പം അതിലും അത് എന്താ അറിയോ, ചുമ്മാ കണ്ട് അപ്പോൾ അതിങ്ങനെ മൈൻഡിലിട്ടിട്ട് ഓരോരിങ്ങനെ അയ്യോ അതങ്ങനെയാണ്, അവരങ്ങനെ ചെയ്തു. ഞാൻ എന്തിനാണ് ഓരോരാളെ ക്യാരക്ടർ മുന്നേ അറിയാലോ, അപ്പോൾ അതിൻ്റെ വഴിക്കത് വിട്. അത് ഒരു കാര്യം തന്നെ സംഭവിച്ച ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറയും അത് വിട്,
അല്ല ഞാൻ അതല്ലേ പ്രണയം. സമാധാനിപ്പിക്കൂല. ആ പറയുന്നതാണ് പ്രണയം. അതായത് എനിക്കത് മനസ്സിലുണ്ടാവാൻ പാടില്ല, എൻ്റെ മനസ്സ് ക്ലിയർ ആയിരിക്കണം എന്ന് കുഞ്ഞുമോളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിൻ്റെ പേരാണ് പ്രണയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ജീവിതം. ഇനി കുഞ്ഞുമോൾക്ക് പ്രണയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് തന്നെയാണ് പ്രണയം. ഈ ഒരു എന്താ പറയുക, ഓരോ മൊമെന്റ്സും നിങ്ങളിപ്പോൾ എൻജോയ് ചെയ്യുന്ന, നമ്മൾക്കിപ്പോൾ റീൽസിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴാണ് നമ്മളിപ്പോൾ നിങ്ങൾ എവിടെ പോകണമെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കും, നിങ്ങളെ വീഡിയോസ് ഇടും, അങ്ങനെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആകെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് അതുമായി ബന്ധപ്പെട്ട് ചേച്ചിയുടെ പ്രതികരണം, അത് മിക്കപ്പോഴും വീഡിയോകളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ ഒക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ലെവലിൽ പോകണ്ടെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് ഓണം എന്നുള്ളൊരു ഒക്കേഷനിൽ തന്നെ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോഴും നമ്മുടേതായിട്ടുള്ള സ്വപ്നങ്ങളിലേക്ക് ഓരോ ദിവസവും പടിപടിയായിട്ട് കയറി എത്തുകയാണ്. അപ്പോൾ എന്താ തോന്നുന്നത് ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള ഒരു കാര്യവും മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണാനുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം നമ്മൾ ലൈഫ് വന്ന ആ വഴിയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കാനുള്ള ആ സമയം കൂടി എനിക്കും എൻ്റെ കുടുംബത്തിനും, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അച്ഛനമ്മ, എൻ്റെ സഹോദരിമാർ, എൻ്റെ കുടുംബം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ മുന്നോട്ട് ചിന്തിക്കാനാണ് എനിക്ക് കൂടുതലും തോന്നുന്നത്. അടുത്ത് എനിക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ കുഞ്ഞുമോക്ക് ഇന്ന് ജാപ്പനീസ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം, കഴിച്ചിട്ടില്ല, ജാപ്പനീസ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുത്താലോ എന്ന് ആ ഒരു തോന്നലുള്ളപ്പോൾ എന്തിനാണ് ഞാൻ പഴയത് ആലോചിക്കുന്നത്? പുതിയതിൽ കൂടുതൽ സന്തോഷം കണ്ടെത്താം എന്നാണ് ചിന്തിക്കുന്നത്. ബട്ട് ചില സമയത്ത് മനുഷ്യരല്ലേ, പഴയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആലോചിച്ച് പോകും. കുഞ്ഞുമോളും ചിലപ്പോൾ പഴയ കാര്യങ്ങളിൽ നിന്ന് ആലോചിച്ച് ചിലപ്പോൾ വിഷമിക്കും. അപ്പോൾ സമാധാനിപ്പിക്കാനേ വാ നമുക്ക് പുറത്ത് പോവാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് കൊണ്ടുപോലും. ഇത്രയൊക്കെ ഉള്ളൂ. ആക്ച്വലി ലൈഫ് വളരെ സിമ്പിളാണ്, നമ്മളതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞുമോൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി ഒരു സോഡാ നാരങ്ങ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉണ്ടാവുള്ളൂ, ഇല്ലേ? അത്രയും നമുക്ക് ഗ്യാസ് വന്നാൽ സോഡാ നാരങ്ങ കുടിക്കുന്ന പോലെ ചിലപ്പോൾ വിഷമം വന്നാലും സോഡാ നാരങ്ങ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ തീരാന്നേ ഉള്ളൂ. ഒരു ചായയും ഒരു ബജിയിലും തീരേണ്ട കാര്യമേ ഉള്ളൂ. അത് നമ്മൾ വലിച്ചഴച്ച് ആലോചിച്ച് അതിനെ അസുഖമാക്കി എത്ര ആൾക്കാർ, ഇപ്പോൾ എനിക്ക് വരുന്ന പേഷ്യൻസിൽ പല ആൾക്കാരും വേണ്ടാത്തത് ചിന്തിച്ച് പ്രശ്നമാക്കി അതാണ് അവർക്ക് രോഗമായിട്ട് മാറുന്നത്. എനിക്ക് തോന്നുന്നത് ചേച്ചീൻ്റെ ഒരു ജേർണിയിൽ രണ്ടുപേരുടെയും ഈക്വലി ഓരോരുത്തരുടെ ലൈഫിലും ഒരുപാട് സിറ്റുവേഷൻസ് കടന്നു പോകും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരും ഒരു സിനിമാ കഥയാക്കാൻ പറ്റിയ ഓരോ ട്വിസ്റ്റുകൾ തന്നെയായിരുന്നു ഓരോ മുഹൂർത്തങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ ആ വേദനകളൊക്കെ ഇത്രയും വലിയൊരു സന്തോഷം അല്ലേ, ആ ഒരു ഗിഫ്റ്റ് അതിനു വേണ്ടി ബാക്കി വെച്ച പോലെ തോന്നിയിട്ടില്ലേ? ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ സിനിമ കഥ, ഇത് ഞാൻ കുറേ ആളോട് പറഞ്ഞതാ. ഞാനൊരു പ്രൊഡ്യൂസർ കിട്ടുവാണെങ്കിൽ ഒരു കഥയാക്കി എടുക്കാം എന്ന്. അല്ല, സംഭവിച്ചതൊക്കെ നല്ലതിനാണ് എന്ന് വിശ്വസിക്കുന്നു. കാരണം അത്രയും അനുഭവിച്ചതും ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്, അല്ല എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, നീ മാത്രമൊന്നല്ല ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അനുഭവിക്കുന്നത്. ശരി, ഓക്കെ, ഞാൻ ആരുടെ കാര്യം എടുത്തു പറയില്ല. ഞാൻ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ മാത്രമേ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ എത്തിച്ചതൊക്കെ അറിഞ്ഞത് കൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരുടെ സ്നേഹം, ഞാനിങ്ങനെ അഹങ്കാരിയല്ല, ഇത്രയേ ഉള്ളൂ എന്ന് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നീ അഹങ്കാരിയ കണ്ട അങ്ങനെ പറയുന്നൊക്കെ. പക്ഷെ പരിചയപ്പെടുമ്പോഴും എൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോഴും ഒത്തിരി ആൾക്കാരുടെ സ്നേഹം, ഇപ്പം പറഞ്ഞ പോലെ ഗുരുവായൂർ വെച്ച് ഒരു അമ്മ എന്ന് വിളിക്കാം, അത്രയും കരഞ്ഞെന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് കരഞ്ഞത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാലും അവരൊക്കെ നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈഫ് കിട്ടിയതിൽ ഒരുപാട് ആൾക്കാരായിട്ടോട് പറഞ്ഞു, മോളെ നോക്കണേ, വേദനിപ്പിക്കൽ. അതുപോലെ തിരിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്റ്റിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്, ജീവിതത്തിൽ ഇനിയൊരു ഒറ്റപ്പെടുത്തരുത് എന്ന് എന്നോട് താരച്ചേച്ചി പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണനെ ഒറ്റപ്പെടുത്തരുതേ, അവനൊരുപാട് അനുഭവിച്ചതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റിയിട്ടുണ്ട്. പിടിച്ചു പറ്റിയതല്ല, അവർ നമുക്ക് തന്നതാണ്. അപ്പോൾ ഇത്രയും നാൾ അനുഭവിച്ചതൊക്കെ അതൊക്കെ ഒരു പൂ പോലെ അങ്ങ് എടുത്ത് കളയാൻ പറ്റുന്നതേ ഒന്നുമല്ല. അതൊക്കെ നല്ലതിനായിരുന്നു എന്ന് ഈ ഏട്ടൻ്റെ ഒരു ലൈഫ് വന്നതിനോട് എനിക്ക് മനസ്സിലാകുക. അത്രയും സ്നേഹം ഇപ്പം എന്തെങ്കിലും ചെറിയൊരു വേദന പറ്റിയ എന്തേ കുഞ്ഞുമോളെ എന്നാ പറ്റിയേ അത് പറഞ്ഞാ ചിലപ്പോ അതായിരിക്കും ഞാൻ ചോദിക്കുമ്പോ ഇല്ല എന്ന് പറഞ്ഞില്ലേ എന്നൊരു നോട്ടം ഉണ്ടാവും, അത് ഞാൻ വാങ്ങിച്ചോണം. ഈ ചില സമയത്ത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞാലും അതായിട്ട് അത് പറഞ്ഞ് ചോദിച്ചോണ്ടിരിക്കും.
കള്ളം പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് കള്ളം പറയാൻ അറിയില്ല, അതുകൊണ്ട്. അത് ഞാൻ പറയില്ല, ഇല്ല ഒന്നുമില്ല പറഞ്ഞാലും അത് കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് സത്യം പറയും, ഇന്നതാണ് കാരണം. അത് പറയുന്നതിന് മുന്നേ ഒരു ചാട്ടമുണ്ട്, ആ ചാട്ടം കഴിഞ്ഞിട്ട് പറയും സത്യം. ബട്ട് അതൊക്കെയാണ് ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ, പിന്നോട്ട് തിരിഞ്ഞ് നോക്കിയാൽ ഈ ഓണം, ഇപ്പോൾ ആദ്യത്തെ ഓണം, ഒരു 10 ഓണം കഴിഞ്ഞ് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഓരോ ഓണത്തിനും മധുരമായിട്ടുള്ള ഓർമ്മ വേണോ, അതോ അപ്പോഴും ഞാൻ പഴയത് ആലോചിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഓണത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബർത്ത്ഡേക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം നല്ല ഓർമ്മകളായി മാറിക്കഴിഞ്ഞാൽ അടുത്ത ഓണം വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കൂടുതലുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞാൽ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ അമ്മയെ പോലെ തന്നെ ഇരിക്കുന്നൊരു ലേഡി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരിക്കും അമ്മയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. അവർക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇടയ്ക്ക് സമയമുള്ളപ്പോൾ അവർ മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചിട്ട് ഈ കോഴിക്കോടുള്ള അമ്മയെ മറക്കല്ലേ എന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വോയിസ്. അപ്പോൾ വേറെ നമുക്ക് ഇതാണ് സ്നേഹം. അപ്പോൾ ഈ സ്നേഹം ഞങ്ങൾക്ക് ഓണസമ്മാനമായിട്ടും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടും അല്ലെങ്കിൽ വിഷുവിന് കിട്ടുന്ന ഒരു നല്ല കണിയായിട്ടും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് സോറി, ഗെറ്റ് വെൽ സൂൺ എന്ന് മാത്രമേ എനിക്ക് പറയാൻ തോന്നുള്ളൂ. തീർച്ചയായും ഈ നെഗറ്റീവ് കമൻസിൻ്റെ കാര്യമാണെങ്കിൽ തുടക്കത്തിൽ കല്യാണം കഴിഞ്ഞപ്പോഴായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ മൊത്തം അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, നെഗറ്റീവ് തമ്പിടുക അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോഴുള്ള വരുന്ന വീഡിയോസിൻ്റെ ഇടയിലൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്ന കമൻസുകൾ മാത്രമേ ഉള്ളൂ. അത്രത്തോളം ആളുകളൊന്നും മാറിച്ച് എത്രത്തോളം വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചാലും ആളുകൾ തിരിച്ചറിയുന്നുണ്ട് ഏതാണ് റൈറ്റ്, അല്ലേ? അവരത് തിരിച്ചറിഞ്ഞ ആ സ്നേഹം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൻ്റെയാണ് അല്ലേ ആ ഒരു മാറ്റം. ഒരാൾ എന്തെങ്കിലും മോശം രീതിയിൽ പറഞ്ഞാൽ അതിലൊരു 6 പേരെങ്കിലും അതിന് എന്താണ് തിരിച്ച് അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു പടം തന്നെ പുറകിലുണ്ട്. ഇപ്പോൾ പ്രൈമിങ് ദ തോട്ട് എന്ന് പറഞ്ഞിട്ട് സൈക്കോളജിയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ പ്രൈമിങ് ദ തോട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലത്ത് ഒരാൾ പറയുക, ഞാനൊരു കറുത്ത കാറ് പോകുന്നത് കണ്ടു, പിന്നെയുള്ള ആൾക്കാർക്ക് മുഴുവനും ആ കറുത്ത കാർ കണ്ടായിട്ട് ഓർമ്മ വരും. റൈറ്റ്? അങ്ങനെ ഒരു കാറേ ഇല്ല. ആദ്യത്തെ ആൾക്ക് തോന്നിയതായിരിക്കാം, അല്ലെങ്കിൽ അയാൾ വെറുതെ പറഞ്ഞതായിരിക്കാം. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ചിലപ്പോൾ അവർക്ക് നമ്പർ വരെ പറയാൻ തോന്നും. അപ്പോൾ ഇത് പ്രൈമിങ് ദ തോട്ട് എന്നാണ്. അപ്പം ഞങ്ങൾക്ക് ആദ്യം ഇറങ്ങിയ യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ താഴെയൊക്കെ നാണമില്ലല്ലോ, ഈ കളവന് വേറെ പണിയില്ലല്ലോ, അപ്പോൾ ആൾക്കാരെല്ലാം ശരിയാണല്ലോ, വേറെ പണിയില്ലല്ലോ എന്ന് പറഞ്ഞു വരും. ഇത് കുറച്ച് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇഗ്നോർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പം ഇവരുടെ സ്നേഹം കണ്ടോ, അപ്പോൾ താഴെ എല്ലാവരും സ്നേഹം കണ്ടു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ തംബ്നെയിലിൻ്റെ താഴെ എഴുതി പടയ്ക്കുന്നത്. ഇപ്പം ഒരു ദിവസം ഞാൻ രാവിലെ കുഞ്ഞുങ്ങളെ വിളിച്ച് ചോദിച്ചു, എടി നമ്മൾ ഡിവോഴ്സ് ആയോ? കാരണം യൂട്യൂബ് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല ഏട്ടാ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാനും അറിഞ്ഞിട്ടില്ല, പോട്ടെ സാറില്ല, നാളെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള യൂട്യൂബ് നോക്കാം. അവർ എഴുതുന്നത് അവർക്കൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആയിക്കോട്ടെ. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഇവർക്ക് വേറെ പണിയില്ല, ഫുൾ ടൈം വന്നിരുന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. സത്യമായിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ പുറകെ പോയിട്ടില്ല. മനസ്സ് തുറന്ന് പറയുകയാണ്, ആർക്കും ഒരു ദ്രോഹവും ഇല്ലാതെ അവരിങ്ങോട്ട് വന്ന് ഞങ്ങൾ എടുത്തോട്ടെ, ശരി, ഞങ്ങൾക്ക് ഇങ്ങനെ വേണം, ആയിക്കോട്ടെ, ഞങ്ങൾ ഒരു പാട്ട് പാടും, ശരി പാട്ട് പാടും, ഇങ്ങനെ വേണം. അത് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ്. അവർക്കത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. എവിടെയല്ലാവോ ചില ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ ലൈഫും ഇതുപോലെ, കുറേ ലേഡീസ് പറയുന്നുണ്ട്, എൻ്റെ ലൈഫും കുഞ്ഞുമോളുടെ ലൈഫ് പോലെ ആയിരുന്നു, നിങ്ങളെ കാണുമ്പോൾ എവിടെയോ ഒരു ഹോപ്പ് ഉണ്ട്. തീർച്ചയായും അതെ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 100 പേര് ചീത്ത വിളിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഒരാൾക്ക് ആ നന്മ മനസ്സിലെത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ചീത്ത കേൾക്കുന്നത് കേട്ടോളാം, കുഴപ്പമില്ല. ഈ 100 പേര് ചീത്ത വിളിക്കുന്നതിൽ ആ ഒരാളുടെ മനസ്സിലൊരു ഹോപ്പ് കിട്ടി, അവർ ജീവിക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ദർ ഇസ് എ തിയറി കോൾഡ് 8 minutes. ഒരാൾ ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നുന്ന ആ സമയത്ത് 8 മിനിറ്റ് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ ആ സൂയിസൈഡിൻ്റെ ഡിസിഷൻ മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ ആ 8 മിനിറ്റിന് ഒരുപക്ഷെ ഞങ്ങളുടെ റീൽസ് ഉപകരിച്ചാലോ, അങ്ങനെ ഒരു ഹോപ്പ് കിട്ടിയാലോ, അത് മതി. അത് ഞങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഒരു വിരോധവുമില്ല. അത് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ 100 പേര് വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 100 പേര് ചീത്ത വിളിക്കാൻ ഇപ്പം ഞങ്ങൾ സ്നേഹിക്കുന്നവർ പുറകെ പോകുന്നുണ്ട്. അവരോടെല്ലാം നന്ദി പറയാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഓണമാക്കി തരുന്ന അവരാണ്. തീർച്ചയായും നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടി ഒരു ധൈര്യം ഉണ്ടാവും, പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അവർ എന്തെങ്കിലും കാണുമ്പോൾ അങ്ങനെ സ്ട്രോങ് ആണെന്ന് അവർക്ക് പറയാൻ പറ്റുമെങ്കിലും പലപ്പോഴും നമ്മുടെ ഒരു വിൽ പവർ അല്ലേ തകർന്നു പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും. പിന്നെ എനിക്ക് വായിൽ നിന്നാവും മാത്രമേ ഉള്ളൂ, ഒന്നിനും കൊള്ളൂ എന്നെ കൊണ്ട്.
അപ്പൊ എങ്ങനെയാ ഞാൻ വലിയ പ്രസംഗിക്കൊക്കെ ചെയ്താ അങ്ങനെ അങ്ങനെ അങ്ങനെ, പക്ഷെ ആരെങ്കിലും മുമ്പിലെത്തിയ പിന്നെ ഷൂ ആയി ഒന്നും പറയില്ല. അങ്ങനെ ചേച്ചിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു കമന്റ്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻ കമന്റ്സാ? അയ്യോ, കമന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ മീൻസ് നമ്മൾ സംസാരിക്കില്ലല്ലോ, അപ്പം എഴുത്ത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല റിപ്ലൈ കൊടുക്കും. ഞാൻ ചിലരോട് ഞാൻ നമ്പർ അയച്ചു അത് എന്നെ പറയുന്നതിനല്ല, ഏട്ടനെ പറയുന്നതിനാ. അല്ല, ഞാൻ ചിലരോട് പറയാറുണ്ട്, ഞാൻ നമ്പർ അയച്ചു കൊടുക്കും, നിങ്ങൾ വിളിക്കും. പക്ഷെ ഫേക്ക് ഐ ഡി ആണ്, അവർ ബാക്കിയുള്ള ചില ആൾക്കാർ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് പോപ്പുലർ ആവാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്താണെന്ന് റീസൺ അറിയില്ല, പക്ഷെ അവർ തിരിച്ചു വിളിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ പലർക്കും നമ്പർ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കും, ഞാൻ ആരാ എന്താന്ന് നമുക്ക് സംസാരിക്കാം. 2-3 യൂട്യൂബേഴ്സ് അറിയില്ല, ഞങ്ങൾക്ക് ക്രിസ്ത്യനൊന്നും അറിയില്ല, ഞാൻ സെർച്ച് ചെയ്ത് അവരുടെ നമ്പർ വാങ്ങിച്ച് ഓക്കെ എന്താ അറിയേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ചീത്ത വിളിക്കാനല്ല, ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ. എന്നെ അറിയാതെ നിങ്ങൾ പറയണ്ട, അറിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. അതേ ഈ ഒരു ആളുകളുടെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവരൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഇതുണ്ട്, ഇതാകണം എന്നുള്ള അവർ കേൾക്കാൻ കൊതിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു പാറ്റേണിൽ അങ്ങനെ കാഴ്ചപ്പാട് ഇതാണ്. അതെ, ഞാൻ അതിലേക്ക് വരും. താടി, അത് എങ്ങനെയാണ് ഈ താടി ഇത്രയും? ഞാൻ തൊടുന്നില്ല, ഇനിയിപ്പോ തൊട്ട് പറയൂ അതിന്റെ ഇടയിൽ താടി എനിക്ക് വീട്ടിലെ സമയമില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ താടിന്റെ ഒരു എന്താ എൻ്റെ ഒരു ഒന്നുമില്ല. പത്രമാറ്റ സീരിയല് ചെയ്യുന്ന സമയത്ത് ഒരു 75 വയസ്സായ ക്യാരക്ടറാണ്. അപ്പോൾ ഈ താടിയുടെ പച്ചയിലാണ് ഈ അപ്പൂപ്പൻ പിടിച്ചിരിക്കുന്നത്. കാരണം ഞാൻ താടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഐ എം 49 ഇയർ ഓൾഡ്. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. ആ ക്യാരക്ടർ സീരിയൽ നീണ്ടു പോകുന്നിടത്തോളം കാലം താടി. ഇപ്പം സിനിമയാണെങ്കിലും ഞാൻ തെലുങ്കിൽ ചെയ്ത സിനിമകളിലും ഈ താടി വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ രാമവാണം എന്ന് പറഞ്ഞ സിനിമയിൽ താടി ഷോർട്ടാക്കിയിരുന്നു. താടി ഇല്ലാതെ കുറേ കാലം എന്നെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ദുബായിൽ റേഡിയോയിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ 2 മലയാളം, ഒരു ഹിന്ദി, ഒരു തമിഴ് ചാനലിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും താടിയില്ല. അപ്പോൾ താടി വന്നതിൽ മാറ്റം ഒരു എക്സ്റ്റേണൽ മാത്രമാണ്. ഇന്റേണലി ഐ ആം ജസ്റ്റ് ദ സെയിം. ചേച്ചി താടി ഇല്ലാത്തൊരു ക്രിസ്ത്യാനെ കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ടോ? അതോ? ഞാനേ ഇപ്പൊ 2 മനസ്സിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ഞാൻ പത്തരമാറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് ഇത്ര പോലെ ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മിനിഞ്ഞാന്ന് ഞാനിത് ഇങ്ങനെ കുറച്ച് ആൾക്കാരോട് പറയുമ്പോൾ താടി കളയല്ലേ താടി. അപ്പൊ ഈ താടി കളയാണ്. എനിക്ക് 2 മനസ്സുണ്ട്. ഏട്ടൻ ഈ പ്രഭാഷണം ചെയ്യാനൊക്കെ ഭയങ്കര നല്ല ഇഷ്ടമാണ്. അപ്പൊ ഈ താടി ഇല്ലെങ്കിൽ ആൾക്കാർ ഏട്ടൻ്റെ ഐഡന്റിറ്റി പറയുന്നത് ഈ താടിയിലാണല്ലേ. താടി ആട്ടാ അങ്ങനെ. പിന്നെ ഈ ക്രിസ് എന്ന് പറയുമ്പോൾ താടി വരണം. ക്രിസ് വേണുഗോപാൽ മാത്രമല്ല അല്ലേ, എന്നെ മുന്നേ കുറെ ഒരു ഇതും കൂടി ഇല്ലേ, അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ. അത്രേ ഉള്ളൂ അല്ലേ? അല്ല, ആ വ്യക്തി എന്ന് പറയുമ്പോൾ ഈ താടി തന്നെയല്ലേ ബസ്സിൽ ഓർമ്മ വരുക. ഇത് കളഞ്ഞാലില്ല രൂപ ഓക്കെ നല്ല ഭംഗിയാണ് കളഞ്ഞാല്. പക്ഷേ ഏട്ടൻ എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഈ ഓണത്തിന് മാവേലിയെ നമ്മൾ കാണുന്നത് കൊടവയറുമായി ഒരു തലയിൽ ചെറിയ ഒരു ടിയാറയും വെച്ച് ഓലക്കൊടയും പിടിച്ച് കിടക്കുന്ന ഒരു തോർത്തും കൊണ്ട് കൊടുത്ത് നടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. എന്തൊരു തെറ്റാണത്. കാരണം ഒരു ലോകം ഭരിച്ച, അതായത് ഭൂമി ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി മഹാബലി ചക്രവർത്തി തന്നെയാണ്. ചക്രവർത്തി ഒരു കേരളം മാത്രമല്ല, ഭൂമി മുഴുവനും ഭരിച്ചിരുന്നത്. അപ്പോൾ ഭൂമി ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി, അസുര ചക്രവർത്തി, നല്ല ഫിസിക്കുള്ള, നല്ല കട്ടി മീശയും നല്ല ഫിസിക്കും, ഒരു കിരീടം വെച്ചിട്ടുള്ള, ഈ ടിയാറയല്ല ശരിക്കും കിരീടം വെച്ചിട്ടുള്ള മറ്റേ പൊന്നും കൊടയോ അല്ലെങ്കിൽ മുത്തുകൊടയോ ചൂടുന്ന മനുഷ്യനായിരിക്കണം. വാമനൻ്റെ കയ്യിലാണ് ഓലക്കൊട ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കടം വാങ്ങിച്ചോന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ലുക്ക് മുഴുവൻ മാറ്റി. എന്നിട്ട് മഹാബലി നിങ്ങളുടെ ഐഡന്റിറ്റി ഇതാണ്, മാറ്റരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമാവില്ലേ? രാജാ രവിവർമ്മ ഒരിക്കൽ മഹാബലിയെ വരച്ചിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള നല്ല ഫിസിക്കുള്ള ഒരു രാജാവ്, ഒരു സിംഹാസനത്തിലിരിക്കുന്ന വാമനം വന്നിട്ട് ഈ 3 അടി മണ്ണ് ചോദിക്കുന്നതായിട്ട്. രാജാ രവിവർമ്മയെ ഞാൻ ശരിക്കും ആദരിക്കുന്നത് ആ പോയിന്റിലാണ്. ബിക്കോസ് അത്രയും കാലത്തെ ആ ഒരു മനസ്സിൽ മഹാബലി എന്ന് സൂക്ഷിച്ച അദ്ദേഹത്തിൻ്റെ ആ ചിത്രം പിൽക്കാലത്ത് ആനിമേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഓണം ഓഫർ എന്ന് പറഞ്ഞ ഡിസ്കൗണ്ടിൻ്റെ പടമാക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ആഡ് ഏജൻസിയിൽ ആരോ ചെയ്തതാണ് മഹാബലിയുടെ ഈ വികൃത രൂപം. അതങ്ങനെ ആയിപ്പോ. അപ്പൊ അതുപോലെ എൻ്റെ ഐഡന്റിറ്റി ആ സത്യം പറഞ്ഞ ഏട്ടിന് താടി കളയാൻ സമ്മതമല്ല, വിഷമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ റിയൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ താടിയൊന്നും അല്ല, അത് ഞാനല്ലേ.
അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ക്രിസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആ താടിയാണ്. അതാണ് അത് വേണേ നമുക്ക് കളറൊക്കെ മാറ്റാലോ അല്ലേ ഇനിയിപ്പോ അല്ലേ ഞാൻ താടി ട്രിപ്പിലാക്കിയ വേറൊരു ക്യാരക്ടറിലേക്ക് ഏട്ടന് കിട്ടുമായിരിക്കും. ഇപ്പൊ സിനിമ സീരിയൽ അങ്ങനെ വലിയ തിരക്കിലേക്ക് തന്നെയാണ്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇനി കാര്യങ്ങളൊക്കെ? സിനിമ സീരിയൽ എനിക്ക് ഇപ്പൊ ലാസ്റ്റ് ഒരു സിനിമ ഇറങ്ങിയല്ലേ? ഇപ്പം ആരുണ്യം, അത് കഴിഞ്ഞിട്ട് പേര് ആരുണ്യം തന്നെയല്ലേ? ആരുണ്യം. പിന്നെ കുട്ടികളുടെ ഒരു മൂവി കിളിക്കാറ്റ് പറഞ്ഞിട്ടൊരു സീരിയലിലേക്ക് ഇനി ഉണ്ടോ? സീരിയലേ ഉള്ളൂ. അല്ല ഇനി ഇനി സി കേരളയിൽ പുതിയ പ്രൊജക്ട് വരാനുണ്ട്. അപ്പൊ കാത്തിരിക്കാം. കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ വന്നിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സീരിയലൊന്നും കാണാറില്ല, ചന്ദ്രമതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊരു വിളിയാ. അപ്പൊ അത് കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഫേസിലുള്ള ആ സന്തോഷം കാണണം. ഫ്ലവേഴ്സിൽ അത് ആ ഒരു എക്സൈറ്റ്മെന്റ് കാണുന്നത് കണ്ട എന്റെ ആളാണ് നമ്മളെപ്പോഴും ഒരു ഓർമ്മ നിൽക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്. എന്നെക്കാളും കൂടുതൽ സീരിയൽ ചെയ്തിട്ടുള്ള, എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അങ്ങനെയില്ല, ഏട്ടൻ ജീവിക്കും, നമ്മൾ അഭിനയിക്കും. മേ ബി രീതി വ്യത്യാസം. പക്ഷെ ഞാൻ അഭിനയിക്കുന്നത് കാണുമ്പോഴൊക്കെ ഓവർ ഡെഡിക്കേഷൻ കാണിച്ച് സ്വന്തം ഹെൽത്ത് പോലും നോക്കാതെയൊക്കെ വർക്ക് ചെയ്യുന്ന, ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇടിച്ച് താഴെ വീണാലും കുഴപ്പമില്ല, അഭിനയം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ വേണ്ട, അങ്ങനെ നല്ലൊരു ആർട്ടിസ്റ്റാണ്. കാരണം അത്രയധികം ആരാധകർ അവരിൽ നിന്ന് അതൊക്കെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ക്യാരക്ടറിന് ഉൾക്കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു കരയുന്ന സംഭവമാണ്, ആ ഡയലോഗിൽ തന്നെ അത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു വരുമ്പം തന്നെ ഞാൻ കരയാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ സാറ് പറയും ഇതാ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തുക്കുകയാണ് കരയാൻ. അപ്പോൾ എനിക്ക് ഗ്ലിസറിനൊന്നും ഇല്ലാതെ തന്നെ കരയും. അതെപ്പോഴെങ്കിലും ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ പെട്ടെന്ന് കരയുക എന്നുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമമൊക്കെ പെട്ടെന്ന് താങ്ങാൻ പറ്റാത്ത ആളാണ് ഞാൻ എന്ന് തോന്നിയിട്ടുണ്ടോ? താങ്ങാൻ എന്തായാലും പറ്റാത്ത ആൾ തന്നെയാണ് ഞാൻ. എനിക്ക് ചെറിയ എന്തെങ്കിലും ഒരു കാര്യം മതി പെട്ടെന്ന്. ഇന്നല്ല ചുമ്മാ കണ്ട് കരയുന്നുണ്ട്. അപ്പോൾ എന്താ കാരണം അറിയില്ല, എവിടെയോ എന്തോ ഉണ്ട്, അതെന്താ കാര്യം നിസ്സാരമായിരിക്കും, ചുമ്മാ കരയും. കല്യാണമാണെന്ന് പറഞ്ഞു, നമ്മൾ വെഡ്ഡിങ്ങിന് ഡിഫൈൻ ചെയ്യുന്നത് അന്യോന്യം താങ്ങും തണലുമായി നിൽക്കുന്ന ആൾക്കാർ അല്ലേ? അപ്പോൾ രണ്ടുപേർക്കും താങ്ങാൻ പറ്റാത്തതായിട്ട് എന്തോ ഉള്ളത് കൊണ്ടല്ലേ ഒരു താങ്ങും തണലും വേണ്ടി വരുന്നത്. രണ്ടുപേരും ജീവിതത്തിൻ്റെ വെയിൽ കൊള്ളാൻ പറ്റാത്തത് കൊണ്ടല്ലേ തണൽ ആവശ്യം വരുന്നത്. അപ്പോൾ അന്യോന്യം താങ്ങും തണലും ആവുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുമോൾക്ക് താങ്ങാൻ പറ്റില്ല, ഞാനുണ്ടല്ലോ, എനിക്ക് താങ്ങാൻ പറ്റില്ല, കുഞ്ഞുമോൾക്ക് മതി. അപ്പോൾ എസെൻഷ്യലി അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിൽ അങ്ങനെയാണെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞുമോൾ അങ്ങനെയാണ്, ഓക്കെ. കുഞ്ഞുമോൾ എന്നുള്ള പേര് ആരിട്ടേ? അത് പണ്ടേ? അയ്യോ എനിക്ക് അങ്ങനെ ചില പേരൊന്നുമില്ല. ഇപ്പല്ലേ വന്നേ? അയ്യോ അല്ല, മുന്നേ ഇല്ല, ഏട്ടൻ ഇട്ടതാ. അപ്പം ഏട്ടനെ തിരിച്ചു വിളിക്കും? അത്ര ഞാൻ ഏട്ടാന്ന് വിളിക്കും. ചിലപ്പോ ഞാൻ കണ്ണാന്ന് വിളിക്കും, ചിലപ്പോ ഒരാഗ്രഹത്തിനൊക്കെ. എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു എന്തിനാ ഏട്ടാ വിളിക്കുന്നത്, കണ്ണാന്ന് വിളിച്ചാൽ പോരെ. അപ്പം ഞാൻ ഇങ്ങനെ നമുക്കത് ശീലമില്ലല്ലോ, അപ്പോൾ ഒരു ഇടക്കൊരു ഓർമ്മക്ക് കണ്ണാന്ന് വിളിക്കും. നമുക്ക് മീൻസ് എന്റെ കണ്ണൂരിന്റെ ഒരു ഇതാണത്, നമുക്ക് നമ്മൾ അങ്ങനെ പറയാം. അപ്പൊ ഈ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഭാര്യ ആയിരിക്കും, അല്ല എന്റെ. അതുപോലെ ഈ പിന്നെ പണ്ട് കണ്ണൂർ ഒരു വീട് വാങ്ങിക്കണം, അതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു എന്നുള്ള. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരു നിമിത്തം പോലെ അല്ലേ? ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്ന, എപ്പോഴെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് നമുക്ക് ഒരിക്കലും അറിയില്ല. സോ നമ്മളിപ്പോൾ ഒരു ചെടി നട്ടു, അത് ഇന്ന് നട്ട് കഴിഞ്ഞാൽ നാളെ മരമായിട്ട് ചിലപ്പോൾ ഞാനൊന്നും അതിൽ ഒരു കായ പോലും ഞാൻ കഴിക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ മരങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഒരു 2 ജനറേഷൻ കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. സോ അതുപോലെ നമുക്ക് ലൈഫിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം അതിൻ്റെ റിസൾട്ട് വരുന്നത് ചിലപ്പോൾ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മളത് ഓർക്കത്ത് പോലുമില്ല. ഇത് ഞാൻ ഓർത്തു, കാരണം 2017 കണ്ണൂരിൽ ആ സ്ഥലം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പാലക്കയം തട്ട് റീജിയനുള്ള പൈതൽ മലയുടെ ഭാഗം കാണാം. ആ എൻ്റെ ആ ലാൻഡിൻ്റെ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ആ മലകൾ മുഴുവൻ കാണാം. അപ്പോൾ ഞാൻ അന്ന് ആഗ്രഹിച്ചത് വേറൊന്നുമല്ല, അവിടെ ഒരു വീട് വേണം, അവിടെ ഒരു സംവാദ കേന്ദ്രം വേണം, സംവദിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ത്യയുടെ സിസ്റ്റം അതാണ്. അപ്പോൾ എനിക്ക് ഇന്ത്യൻ ഇൻഡോളജി ഒരു താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ വേണം. ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ താമസിക്കാൻ ഒരു വീടോ. പക്ഷെ ഞാൻ അവിടെ താമസിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സ്ഥലം അതിന് വേണ്ടിയിട്ടെല്ലാം നോക്കിയെല്ലാം വെച്ചു, വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, നീ എന്തിനാ ഈ ആരും ഇല്ലാത്ത സ്ഥലത്ത് മലയുടെ മുകളിലൊക്കെ പോയി വാങ്ങിക്കുന്നത്? ഞാൻ പറഞ്ഞു അറിയില്ല. വാങ്ങിച്ച് അവിടെ തറ കെട്ടി. അപ്പോൾ കോവിഡ് വന്നു, അപ്പോൾ അത് നിർത്തി വെച്ചു.
അപ്പോഴും എനിക്ക് എന്തിനാ ഇതിനാണെന്നൊന്നും അറിയില്ല. അവിടെ ഒരു ഏറുമാടം വേണം, ആ ഏറുമാടത്തിൽ കയറി ഇന്ന് രാത്രി അവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ആകുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന കാണണം എന്നൊക്കെ വലിയ ആഗ്രഹമൊക്കെ. കല്യാണം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കുഞ്ഞുമൊക്കെ അതൊക്കെ ആഗ്രഹം തന്നെയാണ്. അപ്പോൾ പിന്നെ എവിടെയോ അന്ന് ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഇനിയിപ്പോൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് ആണെന്നുള്ളത്. അപ്പോൾ സമയം കിട്ടുന്നുണ്ടോ ഷൂട്ടും തിരക്കും ഒക്കെ ആകുമ്പോൾ? ഞങ്ങൾക്ക് 2 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്തെങ്കിലും തല്ലുകൂടും. ആരാണ് കൂടുതൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്, കൂടുതൽ എന്താ പറയാ ഈക്വൽ ഷെയർ ചെയ്യുന്നതൊക്കെ? രണ്ടുപേരും ഈക്വലാണ്. കാരണം കുഞ്ഞുങ്ങൾ സ്നേഹം കാണിക്കുന്ന രീതി വേറെ ആയിരിക്കാം. കാരണം 2 മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയ ഒരു അമ്മ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ കാണുന്നതും ഒരു അമ്മയുടെ സ്ഥാനത്ത് ചിലപ്പോൾ വഴക്ക് പറയും, ചിലപ്പോൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറയും. അത് ആ ഒരു എത്രയോ കാലമായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് അങ്ങ് ഫൈറ്റ് ചെയ്ത ഒരാൾ അങ്ങനെ ചെയ്യുള്ളൂ. എനിക്ക് കൂടെ ഒരാൾ വേണം എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. രണ്ടും ലവ് ലാംഗ്വേജിൽ വേറെ വേറെ ലാംഗ്വേജ് ആണെന്നേ ഉള്ളൂ, ബട്ട് വി സ്പീക്ക് ഈച്ച് അതേഴ്സ് ലാംഗ്വേജ്. മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവരുടെ ഒരു സപ്പോർട്ടല്ലേ ചേച്ചി, അത് തന്നെയാണ് എല്ലാത്തിലും ഒരു ബേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? അതെ, അയ്യോ സത്യമായിട്ടും അതെ. എന്നുവെച്ചാൽ മോള് വലുതായി. അപ്പോൾ നമ്മൾ മാത്രമല്ല ലോകത്ത് പുതിയൊരാൾ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുമോ അങ്ങനത്തെ ഒക്കെ പേടി ഉണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം എന്നെക്കാളും ഇഷ്ടമാണ് ഞാൻ എന്തുണ്ടെങ്കിലും മോളായാലും. ഇപ്പം മോള് ഏവിയേഷന് ചേർത്തു, അത് ഏട്ടൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഏട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. മുന്നിൽ ഒരു ഗൈഡൻസ് പോലെ ഒരാൾ നിൽക്കുമ്പോൾ അതും ഇത്രയും ഡിഗ്രി എല്ലാത്തിനും രണ്ടാൾക്കും ഏട്ടൻ മതി. അതും ഞാൻ ഇപ്പോഴും പറയണം, ഞാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടി എന്നുള്ളതിനേക്കാളും കൂടുതൽ അത് ഞാൻ താല്പര്യം ഒരാളുടെ അല്ലേ പഠിക്കാനുള്ള ഒരു താല്പര്യം, അത് തന്നെയാണ് അതിൽ ഏറ്റവും. 2 റീസൺ ഉണ്ട്. ഒന്ന്, ശരിക്കും നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എത്ര അറിവില്ല എന്നുള്ളതാണ് അറിയുന്നത്, എത്ര എംറ്റി ആണ് നമ്മൾ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. പുതിയൊരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ കുഞ്ഞുമോളടുത്ത് ഈ പ്ലാനറ്ററി സിസ്റ്റത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഈ മേഘത്തിൻ്റെ അപ്പുറത്താണ് സൂര്യൻ അതോ ഇപ്പുറത്താണ് സൂര്യൻ എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിവുണ്ടാവണം. തീർച്ചയായിട്ടും അങ്ങനെ സംശയം വന്നായിരുന്നു. ഞങ്ങളിവിടെ എക്സ്പ്ലെയിനർ ആയിട്ട് കൊടുക്കുന്നേ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പഠിച്ചത്. കുഞ്ഞുമോക്കോ അല്ലെങ്കിൽ മോൻ വന്ന് ചോദിക്കുന്ന സംശയം, ഈ റോക്കറ്റ് എങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് എങ്ങനെയാണ് പറക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതെനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചെയ്യുന്ന തെറ്റല്ലേ. അപ്പോൾ ഇതിങ്ങനെയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം അപ്പാനെ വിളിച്ചു ചോദിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഞാൻ ബിസിയാണ്. കാരണം ഒരു 10 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അലമാരയിലുള്ള തുണി മുഴുവൻ താഴെയിട്ട് മടക്കി വെക്കുന്ന പണി. ഇന്നലെ മടക്കി വെച്ചായിരിക്കും, ഇന്ന് അത് ശരിയായില്ല എല്ലാം വെച്ചിട്ട് പിന്നെ അത് നമ്മൾ ചെയ്യണമല്ലോ അല്ലേ. അത് എല്ലാവർക്കും ഉള്ള ഒരു അസുഖമല്ലേ, ഒരു അസുഖം അല്ലേ, സത്യമല്ലേ. എന്തെങ്കിലും കാണാൻ അപ്പം എല്ലാം വലിച്ചിട്ട് പിന്നെയും മടക്കി വെക്കും. വീണ്ടും ഉള്ളതാ അധികം ആൾക്കാരും അല്ല. അപ്പൊ പിന്നെ മക്കളോട് പറയാലോ ഞാൻ ബിസിയാ, അപ്പേ വിളിച്ചു, അപ്പ വേറെ പണി. അല്ല എനിക്ക് അറിയില്ല സത്യം പറഞ്ഞ. അവൻ എന്തൊക്കെയോ സംശയം ചോദിക്കും, എനിക്കതൊന്നും അറിയില്ല. ഇനി ഒരു കാര്യം കൂടെ, വോയിസ് എന്താ ബാസ്, ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഞെട്ടിയത് മീൻസ് എല്ലാ പ്രാവശ്യവും ഞാൻ ഞെട്ടാറുണ്ട്. പക്ഷെ ഞാൻ മിനിഞ്ഞാന്ന് എറണാകുളം പോയിട്ട് ഏട്ടൻ്റെ വോയിസ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. അയ്യോ, ഞാൻ ആ സ്റ്റുഡിയോക്കകത്ത് ഇരുന്നിട്ട് ഞാൻ ഇത് ഏതോ ലോകത്ത് സത്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂവിൽ ഒക്കെ പറയുന്നത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. സ്റ്റുഡിയോ പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീല്, വൈബ്രേഷൻ ഇവിടെ ഇരിക്കുമ്പോൾ പോലും നമുക്കത് കിട്ടുന്നുണ്ട്. ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു ട്രെയിനിങ്ങും മറ്റേ നമുക്ക് ആ ഒരു ഡയലോഗ് വെച്ച് അങ്ങ് തുടങ്ങിയാലോ. സ്ഥിരം എന്താ പറയാ, നമ്മുടെ ഐഡന്റിക്കൽ വോയിസ് മലബാർ ഗോൾഡ് ആണ് അല്ലേ. അത് കുറേ കാലം 2004 തൊട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 വരെ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും 2021 വരെയൊക്കെ ഞാൻ മലബാർ ഗോൾഡിൻ്റെ കമേഴ്ഷ്യൽസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ഷംലാൽ പോലത്തെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ ഏജൻസീസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേയൊക്കെ വിസ് മീഡിയ ചെയ്തിരുന്നു, നിഷ ചെയ്തിരുന്നു, പ്രോ ചാനൽ രാജേഷ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ പല ഏജൻസീസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും, അത് കഴിഞ്ഞ് വിൽബർ കുറച്ച് കാലം ചെയ്തു, മാംഗോ ജാൻ, ഇങ്ങനെ പല സ്റ്റുഡിയോസിൽ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് ഒരു വോയിസിനെ അവരുടെ ഐഡൻറ്റിറ്റി ആയിട്ട് സമ്മതിച്ച് അത് തന്നെ വേണം എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ ഇന്ന് രാവിലെയും ഒരാളടുത്ത് പറഞ്ഞു, ഞാനിതുവരെ എൻ്റെ ശബ്ദം വിറ്റ് ജീവിച്ചിട്ടില്ല. ഒരു ക്ലയൻറ്റിന് ഇതാണ് അവരുടെ ബഡ്ജറ്റ് ഉള്ളത്, വേറെ വഴിയില്ല. ഇപ്പോൾ ടെക്നോ പാർക്കിൽ പിള്ളേർ വന്നിട്ട് ചേട്ടാ ഞങ്ങൾക്ക് ഇത് ചെറിയൊരു സാധനം ചെയ്തു തരും, ഞങ്ങളുടെ വലിയ ഇതൊന്നുമില്ല, ഞങ്ങൾ ഇത്രയേ ഉള്ളൂ,
ഒരു ചായ വാങ്ങിച്ചു തരാം, ശരി എന്ന് പറഞ്ഞ് സന്തോഷം. കാരണം അവരുടെ സന്തോഷം കാണുമ്പോൾ അത് ചിലപ്പോൾ ഒരു 10,000-ൻ്റെയോ 20,000-ൻ്റെയൊക്കെ വിലയുണ്ടാവും. പിന്നെ ഈ വോയിസിൻ്റെ, ഇപ്പം ഞാൻ സംസാരിക്കുന്ന വോയിസേ അല്ല വോയിസ് ഓവറിൻ്റെ, കാരണം അത് ബ്രീതിങ് ടെക്നിക്ക്. അത് ഞാൻ പഠിപ്പിച്ച ഒരു 6,000-ഓളം സ്റ്റുഡൻസ്, അവരും കുഞ്ഞുമോൾക്കും ഒരുവിധം ഇപ്പോൾ ടെക്നിക്കൊക്കെ അറിയാം. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഓണക്കാലം എന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം ഐഡൻറ്റിറ്റി വോയിസ് എന്ന് പറയാം. 2004 തൊട്ട് 2021 വരെ ചെയ്തുകൊണ്ടിരുന്ന ആ ടാഗ് ലൈനും അവരുടെ ആഡ്സും. സോ ഇറ്റ് ഗോസ് ലൈക്ക് മലബാർ ഗോൾഡൻ ഡയമണ്ട് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അപ്പോൾ അതേപോലെ ലുലു where the world comes to shop safely എന്ന് കുറേ കാലം ലുലുവിന് വേണ്ടി ചെയ്തിരുന്നു. ആസ്റ്ററിന് ചെയ്തിരുന്നു, ആസ്റ്റർ, ബിയോണ്ട് ബൗണ്ടറീസ്, അങ്ങനെ കുറേ ചെയ്തിരുന്നതിനൊപ്പം ഓണക്കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതൊരു കഥ പറയുന്ന രീതി, അത് സ്റ്റോറി ടെല്ലിംഗ് പാറ്റേണിലാവും. അതാകുമ്പോൾ പണ്ട് വാണിരുന്ന മാവേലി തമ്പുരാൻ ഒരു കാലത്ത് സ്വന്തം ജനതയെ കാണാൻ വരുന്ന ആ പുണ്യ നിമിഷം. അന്ന് കാണേണ്ടത് ഒരുമയോടുകൂടി നിൽക്കുന്ന നമ്മൾ കേരളീയരെയാണ്. മലയാളം എന്ന ആ മണ്ണിന് മറ്റു ഭാഷയും സ്നേഹിക്കാൻ കഴിയും എന്ന ആ ഒരു ഒരുമയാണ്. കള്ളമില്ലാതെ, ചതിയില്ലാതെ, പൊളിവചനമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ആ മനസ്സിനെയാണ്. പൂക്കളം നമ്മുടെ പുഞ്ചിരികൾ കൊണ്ടാവട്ടെ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് പാറ്റേണിൽ വരുമ്പോഴാണ് അതിന് സുഖം ഉണ്ടാവുക. ഇത് ഞാൻ സംസാരിക്കുമ്പോൾ വരില്ല. അതെ അതെ, അത് തന്നെയാണ്. എന്തായാലും നമുക്കൊരു സമയം, നമുക്കിത് എത്ര സംസാരിച്ചാലും കൊതി തീരാൻ പറ്റാത്ത ഒരു കപ്പിൾസ് തന്നെയാണ്. കാരണം അത്രയധികം വിശേഷങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതങ്ങൾക്കും പറയാനുള്ളത്. എന്തായാലും നമ്മോടൊപ്പം ഓണത്തിൽ അതിഥിയായി എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളും നമ്മുടെ സീ മലയാളം ന്യൂസ് പ്രേക്ഷകർക്ക് ഒരു വിശ്വസ് പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ, പുഞ്ചിരി പൂക്കൾ നിറഞ്ഞ, അങ്ങനെയുള്ള പൂക്കളങ്ങൾ വിരിയുന്ന വീടിൻ്റെ മുറ്റത്ത് മാവേലി തമ്പുരാൻ വന്ന് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് പകർന്നു തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.